സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ആൻഡ് ഐസോസെലസ് ട്രയാങ്കിൾ ലൈക്ക് ദ ഹൈറ്റ് മസ്റ്റ് ബി 2 meter ലെസ് ദാൻ ദ ബേസ്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ബേസിനെക്കാളും, ഇതാണ് ബേസ്, ബി സി ബേസ്, ഈ ബേസിനേക്കാളും ഇതിൻ്റെ ഹൈറ്റ് 2 meter കുറവ്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 12 meter square. 12 ഇതിൻ്റെ ഏരിയ. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുക. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് ഇപ്പോൾ എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, ബി സി. ബേസ് നമുക്ക് അറിയത്തില്ല, അപ്പോൾ അതിനെ എക്സ് എന്ന് എടുക്കുന്നു. ലെറ്റ് ദ ബേസ് ബി സി ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബേസിനെക്കാളും 2 meter കുറവാണ്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് ഇവിടെ ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റ് ബേസ്മെൻറ്റ് ഇൻറ്റ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റ് ബേസ്മെൻറ്റ് എത്രയാ? എക്സ് ഇൻറ്റ് എക്സ് ഇൻറ്റ് ഹൈറ്റ് എത്ര? എക്സ് മൈനസ് 2. ഇത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12. ദറ്റ് ഈസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റ് എക്സ് ഇൻറ്റ് എക്സ്, എക്സ് സ്ക്വയർഡ് മൈനസ് 2x ഈക്വൽ ടു ഈ 2 പുറത്തുനിന്ന് 24. ഇത് നമുക്ക് എക്സ് സ്ക്വയർഡ് മൈനസ് 2x, ഈ സൈഡുണ്ട്, ആ സൈഡ് 24. അപ്പോൾ രണ്ട് സൈഡും +1 കൊടുക്കുക, +1. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഇവിടെ 25 ആവും. ഇത് എക്സ് സ്ക്വയർഡ് മൈനസ് 2x + 1, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ദിസ് 5 സ്ക്വയർ. ഇത് സ്ക്വയർ അടിക്കുമ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ഈക്വൽ ടു